ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റൂം ടൂറാണ്. അപ്പോൾ എൻ്റെയും വിഷ്ണുവിൻ്റെയും റൂമും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ റൂം വന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഈ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ കയറിയിട്ടാണ് കേട്ടോ തല്ല് കൂടാറുള്ളതും പിന്നെ എന്താ പിണങ്ങിയിരിക്കാറുള്ളതൊക്കെ റൂമിൽ കയറിയിട്ടാണ്. അതുപോലെ തന്നെ അതിപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാട്ടെ ഗൈസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് വെച്ച് പറയണതാണ്. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഈ റൂം ടൂർ ചെയ്യണ സമയത്ത് വിഷ്ണുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ റൂം എന്താണ് നമ്മുടെ ഈ റൂം ടൂർ ചെയ്യാനുള്ള അത്രയ്ക്കൊക്കെ ഉണ്ടോ, റൂം ടൂർ ചെയ്യാനുള്ള അത്രയ്ക്കൊക്കെ ഉണ്ടോ ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഈ റൂമല്ലേ ഉള്ളൂ, അപ്പോൾ ഇതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ നമുക്കുള്ളത് കാണിക്കാം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ റൂം എന്ന് പറയാനായിട്ട് ഇതാണ്. അപ്പോൾ ഈ റൂം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചു. അത്ര വലിയ ആഡംബരങ്ങളുള്ള അങ്ങനെ ഇൻറ്റീരിയർ ചെയ്ത റൂമല്ലെങ്കിലും ഞങ്ങളുടെ റൂമല്ലേ, അപ്പോൾ അതൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കള, കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമാണ് കേട്ടോ. ആ റൂമിൽ ആണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. കാരണം ഫോൺ നോക്കി കിടക്കണതും ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ കൂടെ കിടുന്ന വഴിക്ക് ഉറങ്ങില്ല കേട്ടോ ഗൈസ്. കുറേ നേരം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഫോണൊക്കെ കുറേ നേരം നോക്കി അങ്ങനെയാണ് കേട്ടോ കിടന്നുറങ്ങാറ്. അപ്പോൾ ഇങ്ങനെ എന്താ ഭയങ്കര ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റൂമിൽ നിന്നാണ് കേട്ടോ കിട്ടാറുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം എന്തോ പറയുക, നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങളുടെ മാരേജ് എന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇത്രയും വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരിക, അതൊക്കെയും ശരിക്കും പറഞ്ഞൊരു സ്വപ്നത്തിൽ മാത്രമായിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ഈ റൂമിൽ നിന്നാണ്. അപ്പോൾ എന്താ പറയുക, റൂം ഞങ്ങൾക്ക് ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ആ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് തുറക്കാനായിട്ട് ഇത് പോയിരിക്കുന്ന നമ്മളിവിടെ വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്താൽ നിങ്ങൾ ഓപ്പണായി വരും. എൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ താഴത്തിങ്ങനെ ഞങ്ങളുടെ അല്ലറ ചില്ലറ പേഴ്സ്, ഹെഡ്സെറ്റ്, പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഞങ്ങൾ പേഴ്സ്, ഹെഡ്സെറ്റ്, പിന്നെ മൂവിൻ്റെ സ്പ്രേ, അതായത് എമർജൻസി ആയിട്ട് കിട്ടേണ്ട സാധനങ്ങളൊക്കെ. നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഫോൺ ഇവിടെയാണ് കേട്ടോ വെക്കാറ് സാധാരണയായിട്ട്. പിന്നെ എൻ്റെ അല്ലറ ചില്ലറ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെടിയുടെ ഇല കേട് വന്നപ്പോൾ ആ ഇല ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു മാല പൊട്ടിന് മുത്തൊക്കും താഴ്ത്തിക്കിട്ടുണ്ട്. പിന്നെ 1-2 ടോയ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റാന്തൽ, പിന്നെ വിഷ്ണുവിൻ്റെ കുഞ്ഞിലൊരു ഫോട്ടോ, അത് ഞാൻ വിഷ്ണുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതും പിന്നെ ഞങ്ങൾ 2 പേരും കൂടി നിൽക്കണ ഒരു ഫോട്ടോ, അതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയും ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെ ഇപ്പോഴത്തെ സൈഡിലായിട്ടാണ് കേട്ടോ വിൻഡോ വരുന്നത്. അപ്പോൾ അതവിടെ മുൾട്ടാണി മെട്ടിയുടെ ഒരു പാക്ക് ഉണ്ടായിരുന്നു, ആ പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കറുത്തൊരു ഇരിക്കുന്ന, അത് വാങ്ങിച്ചിട്ട് കിട്ടിയൊരു ബോക്സാണ് കേട്ടോ. ആ ബോക്സിൽ മുടി ചീകുമ്പോൾ വരുന്ന മുടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ വിഷ്ണു തന്നതാണ് കേട്ടോ വാച്ച്. കാരണം എൻ്റെ മുടി എപ്പോൾ ചീകിയാലും റൂമിൽ മൊത്തം മുടിയായിരിക്കും ഗൈസ്. അപ്പോൾ അത് വിഷ്ണുവിന് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഒരു ബോക്സ് വന്നപ്പോൾ ഞാനിപ്പോൾ ആ ബോക്സിലാണ് കേട്ടോ മുടിയൊക്കെ വരുന്നത് ഇട്ട് വെക്കുന്നത്. എന്നാലും താഴ്ത്ത് ഒന്നോ രണ്ടെണ്ണം അല്ല, അത്യാവശ്യം മുടി എന്നാലും താഴ്ത്തുണ്ടാവും കേട്ടോ. എങ്ങനെയൊക്കെ നമ്മളത് പാത്രത്തിലാക്കി വെച്ചാലും എന്തിലാക്കി വെച്ചാലും താഴെ മുടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വീട്ടിലെ കിണർ കാണാം. പിന്നെ കാണുന്നത് ബാത്റൂമാണ് കേട്ടോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇതാണ് കേട്ടോ പുറത്തേക്ക് കാണുക, പുറത്തേക്കുള്ള വ്യൂ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സേവിങ്സ് മുഖ്യമുണ്ട് തന്നെ നമ്മളൊരു കുടുക്ക വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 രൂപ 2 രൂപ എത്ര രൂപയാണെങ്കിൽ നമുക്കിടെ നമ്മുടെ വീട്ടിലൊരു കുടുക്ക വാങ്ങി വെക്കണത് ഏറ്റവും എന്താ പറയുക, നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ടിരുന്നതിനെക്കാട്ടും നല്ലതാണ് കേട്ടോ. ബാങ്കിൽ പൈസ കൊണ്ടിട്ടാൽ SMS ചാർജ്, സർവീസ് ചാർജ്, ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞ് പിടിക്കും. പക്ഷേ ഒരു കുടുക്കയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വക ചാർജസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പൊളിച്ച് നമ്മളത് ആവശ്യമില്ലാണ്ട് എടുക്കാണ്ടിരുന്നാൽ മതി ഗൈസ്. പിന്നെ ഈ ഒരു അലമാരിനെ പറ്റി പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ റൂമിലത്തെ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു അലമാരിയാണ് കേട്ടോ. ഈ ഒരു അലമാരി ഇട്ടതിന് ശേഷമാണ് നമ്മുടെ റൂമിലേക്ക് വെളിച്ചം പോലും കിട്ടാണ്ടായത്. കാരണം ഇത് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അലമാരിയാണ് കേട്ടോ. ഈ അലമാര ഈ റൂമിലിട്ടപ്പോൾ എന്താ പറയുക, ബൾബിൻ്റെ വെളിച്ചമൊന്നും റൂമിലേക്ക് കിട്ടണില്ല. കാരണം ഇത് വേറെ ഇവിടേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റിയിടാൻ പറ്റില്ല. കാരണം നല്ല വലിപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്ര വലിപ്പുണ്ടെന്ന് മനസ്സിലാവണമെന്ന് അറിയില്ല. പക്ഷേ റൂമിൽ ഇത് എടുക്കുമ്പോൾ നല്ല വലിപ്പമാണ്. പക്ഷേ ശരിക്കൊരു ചുമരലമാരിയുടെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിലേക്കും ഷെൽഫുകളില്ല, അതുപോലത്തെയാണ് കേട്ടോ. അതുപോലത്തെ ഒരു അലമാരി. കാരണം മിററും
പിന്നെ അതിന് ഒരു ഇതൊക്കെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അലമാര. അപ്പോൾ ഗൈസ് നമ്മുടെ ബാക്കി വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ അലമാരയുടെ ഉള്ളിൽ ഓരോ സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു റോല് താഴ്ത്ത് വന്നിട്ട് കുറച്ച് എൻ്റെ കോസ്മെറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ താഴത്ത് ഈ ഒരു റാക്കിൽ വന്നിട്ട്. പിന്നെ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റാക്കിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിന് തൊട്ട് മുകളിൽ തൊട്ട് താഴെയും ഉള്ളത് എൻ്റെ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവിന് കൊടുത്തിരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്പേസാണ് കേട്ടോ വിഷ്ണുവിന് കൊടുത്തിട്ടുള്ള അലമാരിൽ. ആ സ്പേസിലും എൻ്റെ ഡ്രസ്സുകൾ കാണും. കാരണം വിഷ്ണു ഷർട്ട് ഹാങ് ചെയ്ത് ഇട്ടേക്കണതിൻ്റെ ഇടയിലായിട്ട് എൻ്റെ 2 സാരികൾ അങ്ങനെയൊക്കെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് പല തവണയും പറഞ്ഞിട്ടുള്ളതാണ് ബാഗ് കൊണ്ടുവന്നിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബാഗ് അലമാരയുടെ സൈഡിൽ വെക്കരുതെന്ന്. പക്ഷെ എത്രയൊക്കെ വിഷ്ണു അത് പറഞ്ഞാലും ഞാൻ പിന്നെയും കൊണ്ട് അലമാരയുടെ സൈഡിലാണ് കേട്ടോ എൻ്റെ ബാഗ് സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ എവിടെ എനിക്ക് ബാഗ് വെക്കാൻ പറ്റില്ല. നിങ്ങൾ റൂം കാണില്ലേ, ഇങ്ങനെയാണ് റൂം വന്നിട്ട്. അപ്പോൾ വേറെ എവിടെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ അലമാരയുടെ സൈഡിലായിട്ടാണ് കേട്ടോ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കണത്. അത്ര വലിയ റൂമല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ റൂം ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്തുള്ളൂ. ചേട്ടാ.